ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഡിസ്ചാർജൊക്കെ ചെയ്ത് വന്ന് ഇന്നാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് അത്താഴം മുതലാണ്. അത്താഴത്തിനന്ന് ചോറാണ്. നോമ്പായതിനു ശേഷം പിന്നെ നമ്മളങ്ങനെ ചോറ് ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികൾക്ക് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാറാണല്ലോ. അപ്പോൾ ഇന്ന് ചോറാണ്. ചോറ്, മീൻ കറി, മീൻ വറുത്തത്, ഉണക്കൽ പൊരിച്ചതുണ്ട്, പിന്നെ ഉപ്പേരി, അച്ചാർ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ രാവിലത്തെ ഗ്രീൻ ടീ കുടിച്ചു. പിന്നെ ചോറ് തിന്ന് കഴിഞ്ഞാൽ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ട് ഉണ്ട്. ചോറ് ഞാൻ നമ്മൾ കിടക്കാൻ പോണ സമയത്ത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത്യാവശ്യം വേവുള്ള അരി ആയതുകൊണ്ട് അത്താഴത്തിന് നീറ്റ പാടെ ഊറ്റി വേവേറിയിട്ടൊന്നുമില്ല, കറക്റ്റ് പാകണം. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അസൈൻമെൻറ്റ് വർക്കിലേക്ക് ഇരുന്നു. ഇപ്പോൾ ഒരു 1 വീക്കോളം ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് എഴുതാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്തു. 1 മാസം ടൈമാണുള്ളത്. അപ്പോൾ അതിനുള്ളിൽ തീർത്താൽ മതി. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോൾ അങ്ങനെ എഴുതുന്ന കാരണം 1 മാസം എന്നുള്ളത് പെട്ടെന്ന് പോവും. സോ എഴുതി തീർക്കണം. പിന്നെ ചെറിയ രീതിയിലൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി ഇന്ന് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ട്. പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുന്നേയായിട്ട് ഇന്ന് ബീഫ് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബീഫ് കറിക്കുള്ള ഒക്കെ കട്ട് ചെയ്തു കുക്കറിൽ വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് തൂമിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ മസാലപ്പൊടികളും പച്ചക്കറികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബീഫ്, പിന്നെ ഉപ്പ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഒരുമിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇടണം. നന്നായിട്ട് ബീഫിൽ അത്യാവശ്യം ഉലുവ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനൊപ്പം വെള്ളം വെച്ചാൽ മതി, ബീഫിൻ്റെ ഒപ്പം വെള്ളം വെച്ചാൽ മതി. അപ്പോൾ തന്നെ അത്യാവശ്യം കറി ഉണ്ടാവും. അങ്ങനെ അതവിടെ വേവിച്ച് വെക്കുക. പിന്നെ മെയിൻ പരിപാടി പാത്രം കഴുകൽ. അപ്പോൾ അതും വേഗം തീർത്തു. പിന്നെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിലുള്ള 2 മെയിൻ കാര്യങ്ങളാണ്. ഒന്ന് ഫ്രിഡ്ജ് ക്ലീനിങ്ങും പിന്നെ അതുപോലെ താഴത്തെ കബോർഡ് ക്ലീനിങ്ങും. അപ്പോൾ അത് രണ്ടും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ചെയ്ത് തീർത്തു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കി. ഇപ്പോൾ ഇന്ന് പൊരിക്കടിയും കാര്യങ്ങളൊന്നുമില്ല, ഡ്രിങ്കും പിന്നെ അതുപോലെ ഫ്രൂട്ട്സും, അത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സിന് പപ്പായ ഉണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിക്കണ്ട, അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞ മോള്. അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചു. അങ്ങനെ കഴിക്കാൻ റെഡ് കുറച്ചുകൂടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വൈറ്റ് ഒരു പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാത്തൊരു ഇതാണ്. ഇതിനും ഫ്ലേവറിന് പക്ഷേ ചെറിയൊരു മധുരം ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നിസ്കാരം കാര്യങ്ങൾ നോമ്പുറെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്താണ് കറി തൂമിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ജസ്റ്റ് ഉലുവ, തേങ്ങ കൊത്തിട്ടു, പിന്നെ കറിവേപ്പില, എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് കറിയും കൂടിയിട്ട് ഇതാക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പിട്ടു. പിന്നെ കുറച്ച് സർവ്വസുഗന്ധിയുടെ ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അതും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ടാവും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ച് റവ കാച്ചി ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. നെയ്യിട്ടിട്ട് അതിലേക്ക് ചെറിയുള്ളി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമില്ല, ജസ്റ്റ് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ
കുറച്ച് സേമിയ ഇടുന്നുണ്ട്. ഇത് ഭയങ്കര നൈസായിട്ടുള്ള സേമിയാണ്. ഒരു സേമിയ ഇട്ടിട്ടുണ്ട്. അതും ആ നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാലിലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അല്ലാത്ത പാൽ നമ്മുടെ പശുവും പാൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടെടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിട്ടു. പിന്നെ കുറച്ച് മധുരം, ആവശ്യത്തിന് മധുരം ഇട്ടു. മധുരം ഒക്കെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ റവ ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് തേങ്ങാപ്പാൽ തിളക്കരുത്, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി കേട്ടോ. പിന്നെ റവയും സേമിയൊന്നും ഒരുപാട് വേവില്ലാത്തതുകൊണ്ട് കുറച്ച് ജസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരമായപ്പോൾ ഇന്ന് പൊരിച്ച പത്തിരിയാണ് ബീഫിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് വേഗം പൊരിച്ചെടുത്തു. അത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ആ സമയത്താണ് അതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് പൊരിച്ചെടുത്തത്. അപ്പോൾ അതും ബീഫ് കറിയും കൂട്ടിയിട്ട് നല്ല അടിപൊളിയാണ്. അതിൻ്റെ കൂടെ നല്ല കടുപ്പത്തിൽ ഒരു പാൽ ചായയും കൂടി കുടിച്ചപ്പോൾ അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.